സീനാക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കറിയാൻ പാടില്ല ബ്രോ. ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ട് അറിയാം. ഞാൻ കയ്യും പിടിച്ചിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട ആ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ക്ലിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ തന്ത പറഞ്ഞിട്ട് പോലും ഞാൻ അനുസരിച്ചിട്ടില്ല. എന്നോട് എൻ്റെ തന്ത പറഞ്ഞിട്ട്, എന്നെ തന്ത പൊരിച്ചിട്ട് പോലും ഞാൻ കുലുങ്ങിയിട്ടില്ല എന്നുള്ള, അനുസരിച്ചിട്ടില്ല എന്നുള്ളൊരു ആ വാക്കാണ് പറയുന്നത്. അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നിങ്ങളുമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായല്ലോ അന്ന് അവളുടെ വാപ്പ വിളിച്ചത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇവള് എങ്ങനെയാണ് പറയണത്: എൻ്റെ അത്ത വിളിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഞാൻ കുലുങ്ങിയിട്ടില്ല, ഞാൻ പൊരിച്ചിട്ട് പോലും ഞാൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, പിന്നെയാണ് ബാക്കിയുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് അവൾ പറയുന്നത്. അപ്പോൾ എൻ്റെ തന്തയെ പോലും എനിക്ക് വിലയില്ല, എന്നിട്ടാണോ ബാക്കിയുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അവൾ പറയുന്നത്. അപ്പോൾ അന്ന് ഇവരെന്താണ് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്: എൻ്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വാപ്പാക്ക് തീരെ സുഖമില്ല, ബ്ലോക്കാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായല്ലോ എങ്ങനെയാണെങ്കിലും വാപ്പ വിളിച്ചത് ഈ സർജറിയുടെ കാര്യം പറയാനാണോ അതോ പുറത്തുള്ള കാര്യം പറയാനാണോ എന്നുള്ളത് ഈ ഒരു ക്ലിപ്പ് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ജാസ്മിൻ പുറത്തുള്ള എല്ലാതും അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും. ആ ഒരു ഇതിൻ്റെ തെളിവാണ് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇത്. എൻ്റെ തന്ത പൊരിച്ചിട്ട് പോലും ഞാൻ കുലുങ്ങിയിട്ടില്ല എന്നുള്ള ആ വാക്ക് അല്ലേ. അപ്പോൾ സർജറിയുടെ കാര്യമല്ല, സർജറിയുടെ കാര്യം പറയണമെങ്കിൽ ഇങ്ങനെയാണ് പറയുള്ളൂ: മോളെ എനിക്കിങ്ങനെ ഒരു സർജറിയുടെ കാര്യമുണ്ട്, അപ്പോൾ എന്താണ് നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുക. അല്ലാതെ സർജറിയുടെ കാര്യം അല്ലാതെ ഈ ഒരു കാര്യമാണ് പറഞ്ഞതെങ്കിൽ അവൾ ഇത്രയും കൂളായിട്ട് അവിടെ നിൽക്കില്ല, ഇത്രയും ഇത് കാണിച്ചു കൂട്ടുമില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ചെറിയൊരു തെളിവ് എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. ഇത് എന്തായാലും ജാസ്മിക്ക് വേന തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷന് പേരും പറഞ്ഞ് എന്താ പറയുക, കാണുന്ന പ്രേക്ഷകരെയും എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരുപാട് പേര് ജാസ്മിയുടെ അത്താക്ക് വേണ്ടി ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ സർജറിൻ്റെ ഇത് പറഞ്ഞിട്ട് ആരൊക്കെയോ അവിടെയൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന ഇത് പറയുവാണെങ്കിൽ ജാസ്മിയുടെ അത്താക്ക് ഇപ്പോഴല്ല, സർജറി എന്താണ് 1 മാസം കഴിഞ്ഞിട്ട് എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ കണ്ടതെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തൊക്കെയോ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു ക്ലിപ്പ് എന്തായാലും വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ തന്ത പൊരിച്ചിട്ട് പോലും ഞാൻ കുലുങ്ങിയിട്ടില്ല. അപ്പോൾ തന്ത പൊരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വിളിച്ച ഫോൺ കോൾ തന്നെയാണല്ലോ, അല്ലാതെ അവളുടെ അത്ത വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു വിളിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രമാത്രം നുണയും ഇതുമാണ് അവിടെ പറയുന്നത് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഇതിപ്പോൾ വൈറലായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും വരും എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. എന്തായാലും ജാസ്മിൻ പക്ക ഫേക്ക് ആണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും പുറത്തുള്ള കുറേ കാര്യങ്ങൾ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജാസ്മിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും പറഞ്ഞത്: നിനക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് പോലും കുലുക്കിയില്ലെങ്കിൽ അപ്പോൾ അവൾ ആരെയും വില വെക്കുന്നില്ല, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. അപ്പോൾ ഗബ്രീനെ കിട്ടിയതിന് ശേഷം ജാസ്മിക്ക് ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, ഗബ്രി എന്നുള്ളൊരു ഇത് മാത്രം, ആ ഒരു ഇതിലാണ്. അതുകൊണ്ടാണല്ലോ അവളുടെ വാപ്പ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു കുലുക്കും ഇല്ലാത്തത്. എന്നിരുന്നാലും നമുക്കിനി വരും എപ്പിസോഡിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ.